അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. إِذْ قَالَ لَهُ رَبُّهُ أَسْلِمْ قَالَ أَسْلَمْتُ لِرَبِّ الْعَالَمِينَ. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയങ്കരായിട്ടുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ദയാലുവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദയാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, അതിലെ ആദ്യത്തെ 10 ദിനങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന 10 ദിനങ്ങളായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ മാസം അതിങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ധാരാളം ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ധീരനായ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ധൈര്യശാലികളായ കുടുംബവും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരു ഉൾപ്പുളകമായി കടന്നു വരുന്ന മാസമാണ് ദുൽഹിജ്ജ മാസം. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തെല്ലാമാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇന്ന് പൊതുസമൂഹത്തിലും വിശിഷ്യ മുസ്ലിം സമൂഹത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലുമെല്ലാം എന്തെല്ലാമാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഒരു ഭാര്യ ഒരു ഇണ എന്ന നിലക്ക്, ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് ഇന്ന് സമൂഹത്തിന് എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത്, അതെല്ലാം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തെ അള്ളാഹു വിളിച്ച ചില നാമങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. അടിമയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ചങ്ങാതിയായി മാറിയത്? ഖലീൽ എന്ന ഒരു വചനം, ദ ബെസ്റ്റ് ഫ്രണ്ട്, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിയായത് എങ്ങനെയാണ്? ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ എങ്ങനെയാണ് ചങ്ങാതിയായി മാറ്റുക?
അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന് ആ നാമം അദ്ദേഹം പറഞ്ഞു ചോദിച്ച ഒന്നല്ല. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഒരു നാമമാണ് ഖലീൽ. അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്ന നാമം അള്ളാഹു നൽകിയ ഒരു നാമമാണ്. അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അള്ളാഹു നൽകിയ നാമമല്ല. അതിനപ്പുറത്തേക്ക് ഒരു ആയുസ്സിൻ്റെ വിശേഷണമായിരുന്നു അത്. ഒരു ആയുസ്സിൽ അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ദയാലുവായ അള്ളാഹു ഒരു മനുഷ്യനെ ചങ്ങാതിയായി ഈ ദുനിയാവിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അള്ളാഹുവിന് ചെയ്തിരിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരായുസ്സിൽ എന്ത് നാമമാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് ആനന്ദങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും നിറവേറ്റുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ജീവിതം എന്ന ലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണ് ജീവിതം? എന്തിനാണ് മരണം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെറും സന്തോഷം മാത്രമല്ല, അത് വെറും ആനന്ദവും ആഹ്ലാദവും മാത്രമല്ല. വരാനിരിക്കുന്നൊരു ലോകമുണ്ട്. അവിടേക്കുള്ള മുതൽക്കൂട്ടാണ്, അവിടേക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു മറ്റൊരു വാക്കുകൊണ്ട് ഉപമിക്കുന്നത് വളരെ പ്രസക്തമാണ്. ഖുർആൻ ഷാക്കിറൻ ലി അൻഉമിഹി എന്ന അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് നന്ദിയുള്ള അടിമ എന്നാണ്. നമ്മൾ പറയാറില്ലേ കൂറുള്ളവനാണ് അവന് എന്ന്. അതേ വചനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ഉപമിച്ചത്. ഷാക്കിറൻ ലി അൻഉമിഹി, കൂറുള്ള അടിമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ. നമ്മളെ അപേക്ഷിച്ച് വലിയ അനുഗ്രഹങ്ങളൊന്നും ഇബ്രാഹിം നബിക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് സന്തോഷങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. നല്ലൊരു പിതാവിന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. നല്ലൊരു ഭരണാധികാരിയുടെ കീഴിൽ നിന്നുള്ള ഒരു സംരക്ഷണവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഏത് തരത്തിൽ നോക്കിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രബോധന ദൗത്യം വളരെ തീക്ഷണമായ ദൗത്യമായിരുന്നു. ഇവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള അടിമ എന്നായിരുന്നു. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഒരുപാട് പ്രയാസങ്ങൾ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഒരു ആദർശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനായിരുന്നു. വാപ്പയോട് പ്രവാചക ദൗത്യം ലഭിച്ചതിന് ശേഷം വാപ്പയോട് ചോദിക്കുന്നുണ്ട്, ലിമ തഅബുദു യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ. എന്തിനാണ് ഉപ്പ കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഒരു ആദർശം അവരോട് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വരികയാണ്. ഇതേ ചോദ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടപ്പോഴും ഇതേ ചോദ്യമാണ് ചരിത്രം ചോദിച്ചത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ എൻ്റെ ഉപ്പാനെ ഇങ്ങനെ ആക്രമിക്കുന്നത്? ഒരാദർശം നിങ്ങളോട് പറഞ്ഞതാണോ എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ചരിത്രം അതേ ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത്? ഒരു ആദർശം പറഞ്ഞതിൻ്റെ പേരിലാണോ? തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ കടന്നു വരുന്നത് തണുത്തു വിറച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. എന്താണ് അതിന് പിന്നിലുള്ളത്? തവക്കുൽ എന്ന വലിയ ഒരു പാഠമാണ് അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നത്തെ പുതിയ തലമുറക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, യുവാക്കൾക്ക് പഠിക്കാനുണ്ട്. കാരണം തവക്കുലിൻ്റെ ഒരു ചെറിയ അംശം പോലും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത ആളുകളായി നമ്മൾ മാറുകയാണ്. ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോഴത്തേക്കും തകർന്നു പോവുകയാണ് നമ്മൾ.
അവനുദ്ദേശിച്ച യൂണിവേഴ്സിറ്റിയിൽ അവന് റാങ്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, അവന് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ മനസ്സിൽ വല്ലാത്ത പ്രയാസമാണ്. അവനുദ്ദേശിച്ച ജോലി അവന് ലഭിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. അവനുദ്ദേശിച്ച ലാഭം അവൻ്റെ വരുമാനത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ മനുഷ്യൻ്റെ തവക്കുൽ നഷ്ടപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ എന്ന ഒരു തുറന്ന പുസ്തകം നമുക്ക് മുൻപിൽ വലിയ വലിയ അധ്യായമാണ് നമുക്ക് മുൻപിൽ തുറന്നു തരുന്നത്. പ്രിയപ്പെട്ടവരെ, തവക്കുലിൻ്റെ ഒരു വലിയ ഭാഗമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം. അസാദൃശ്യമായ ഈമാനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കുണ്ടായിരുന്നത്. അസാധാരണമായ ഈമാനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കുണ്ടായിരുന്നത്. അതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രേരിപ്പിച്ചത് വലിയ തവക്കുലിൻ്റെ പാഠം ജീവിതത്തിൽ കണ്ടു എന്നുള്ളതാണ്. ഇതുപോലെ പ്രവാചകന്മാരിൽ ചില ആളുകളൊക്കെ അള്ളാഹു പരീക്ഷിച്ചതും ഈ തവക്കുൽ അവർ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ഇതാണ് നമുക്കുണ്ടാവേണ്ടത്. വ്യത്യസ്ത പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ആദർശത്തോടൊപ്പം നിലനിർത്തേണ്ട ഒന്നാണ് തവക്കുൽ. അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്യാൻ നമുക്ക് സാധ്യമാവണമെന്നുള്ളത്. കടൽ രണ്ടാവുക എന്നുള്ളത് പ്രകൃതിയിൽ നടക്കാത്ത ഒന്നാണ്. കടൽ രണ്ടാവുക എന്നുള്ളത്. എന്നാൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ കടൽ രണ്ടായി മാറുകയാണ്. പ്രകൃതി നിയമമല്ലാത്ത ഒന്ന് മാറി. എന്താണ് മൂസ ഇനി നമ്മൾ ചെയ്യുക? പിടിക്കപ്പെട്ടല്ലോ എന്ന് പറയുമ്പോഴാണ് കടലിനെ രണ്ടായി മാറ്റിയത്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തിമീങ്കലം വിഴുങ്ങി അതേ തിമീങ്കലം തന്നെയാണ് പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. വനാദാ ഫിൽ ഉലുമാത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്. അള്ളാഹുവേ, ഈ ഇരുട്ടിൽ നിന്ന് ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവോട്, നീയല്ലാതെ ആരാധ്യനില്ല, നീ എത്ര പരിശുദ്ധനാണ് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വനജൈനാഹു, ഖുർആൻ പറയാം, അദ്ദേഹത്തെ ഞാൻ രക്ഷപ്പെടുത്തി. കദാലിക നുൻജിൽ മുഹ്സിനീൻ, വിശ്വാസികളെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 3 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെന്നത് വെറുതെയല്ല. ഇവരുടെയൊക്കെ ജീവിതത്തിലെ തവക്കുൽ എന്നുള്ളതൊരു വലിയ ഭാഗമായിരുന്നു. അള്ളാഹുവിലേക്കെല്ലാം സമർപ്പിച്ചു എന്നുള്ളത്. ഇന്ന് പുതിയ കാലഘട്ടത്ത് ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ പോലും തളർന്നു പോവുകയാണ് നമ്മൾ. എന്നെ മാത്രം പടച്ചവൻ പരീക്ഷിക്കുകയാണല്ലോ, എന്നെ മാത്രമാണല്ലോ, എനിക്ക് മാത്രമാണല്ലോ, എൻ്റെ കുടുംബത്തിന് മാത്രമാണല്ലോ എന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ ചുരുങ്ങിപ്പോകുമ്പോൾ തവക്കുലിൻ്റെ വലിയ ഭാഗമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. സൂചിപ്പിച്ചു വരുന്നത് ഷാക്കിറൻ ലി അൻ ഉമിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിരുന്നു എന്നുള്ളതാണ്, നന്ദിയുള്ള അടിമയായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നന്ദി കാണിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ചരിത്രങ്ങളുടെ മാസമായിട്ടുള്ള ദുൽഹിജ്ജയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തിൻ്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഒരുപാട് പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖുർആനിൽ കാണാൻ കഴിയും. എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയുണ്ട് സൂറത്ത് ശുഅറായിൽ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് വജഅലനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് വജഅലനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അള്ളാഹുവേ, വരാനിരിക്കുന്ന തലമുറകൾക്ക് എന്നെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കണേ എന്ന്. മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ചില ആളുകൾ പറയാറുണ്ട്, അവന് പള്ളിൻ്റെയൊക്കെ ആളായിരുന്നു, പക്ഷെ അവൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പലരും പറയാറുണ്ട്, അവന് എത്ര സജീവമായിട്ടുള്ള പ്രവർത്തകനാണെങ്കിലും അവന് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളല്ലേ, ഒരാളുകളെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കുകയാണ്. ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. നമ്മൾ മാത്രമാണ് ഓർക്കുന്നത് അല്ല, ക്രൈസ്തവരായ ആളുകൾ ഓർക്കുന്നുണ്ട്, മുസ്ലിങ്ങളായ ആളുകൾ ഓർക്കുന്നുണ്ട്, ജൂതന്മാരായ ആളുകൾ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഇത്രയും അധികം മഹത്വത്തിനുടമയായി മാറിയത്, ഒരു സമൂഹത്തിന് ഇമാമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണിച്ചത് എന്താണോ?
ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള അടിമയായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് നിന്ന് സ്വീകരിക്കാൻ നമ്മളോട് പറയുന്നത്. വമൻ യർഅബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിമിൻ്റെ മാർഗത്തെ ആരാണ് വെറുക്കുക എന്നാ ഖുർആൻ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നത് വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ. ഈ ദുനിയാവിൽ ഞാൻ അദ്ദേഹത്തെ സെലക്ട് ചെയ്തു എന്നാ പറഞ്ഞത്, തെരഞ്ഞെടുത്തു. വ ഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. വരാനിരിക്കുന്ന ഒരു ലോകത്ത് സ്വാലിഹികളുടെ കൂട്ടത്തിലായിരിക്കും എന്നുള്ളതാണ്. വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്, പരലോകം. ആ ലോകത്തേക്കുള്ള ഓർമ്മ കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പള്ളിയിൽ കൂടിയിരിക്കുന്നത്. ആ ഓർമ്മ കൊണ്ടാണ് സുബഹിക്ക് ഈ മഴയത്തും ജമാഅത്തിലേക്ക് നമ്മൾ വരുന്നത്. ആ പരലോക ഓർമ്മയുള്ളത് കൊണ്ടാണ് സക്കാത്ത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലിയ ഒരു സന്ദേശം നമുക്ക് നൽകിക്കൊണ്ടാണ്. ഇത് ഖാല ലഹു റബ്ബുഹു. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ റബ്ബ് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിമാവണം, നീ മുസ്ലിമാവണം. അദ്ദേഹം അള്ളാഹുവോട് പറഞ്ഞത് ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം എന്നുള്ളത് ഒരു ജാതിമത പ്രവേശനത്തിലേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല. മുസ്ലിം എന്നുള്ളത് ഷഹാദത്ത് സ്വീകരിക്കുക എന്നുള്ളത് മുസ്ലിമാവി എന്നുള്ളതിൻ്റെ ഒരു അടയാളം മാത്രമല്ല. എങ്ങനെയാണ് ഒരാൾ മുസ്ലിമായി എന്ന് പറയുക? ഒരാൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓരോ സെക്കൻഡുകളിലും ആ മുസ്ലിമിൻ്റെ അടയാളപ്പെടുത്തലുകൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരാൾ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി, നോമ്പും സക്കാത്തും ഹജ്ജുമെല്ലാം ഷഹാദത്തിന് ശേഷം എന്താ ഇസ്ലാം പറഞ്ഞത്? എന്താ പറഞ്ഞത്? നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമെല്ലാം ഷഹാദത്തിന് ശേഷം പറഞ്ഞത് എന്താണ്? ഷഹാദത്ത് എന്നുള്ളത് ഒരു വാക്ക്, അതൊരു പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വാക്കല്ല. അത് ഓരോ സെക്കൻഡുകളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഷഹാദത്ത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, ഷഹാദത്ത് ചൊല്ലാൻ എളുപ്പമാണ്. പക്ഷേ മുസ്ലിമായി ജീവിക്കാൻ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അവന് ധാരാളം മേഖലകൾ ശ്രദ്ധിക്കണം. അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ പലിശയോട് അവന് നോ പറയണം. ആളുകൾ ചോദിക്കും, എങ്ങനെ ഇപ്പോൾ വാഹനമൊക്കെ പലിശല്ലാതെ എടുക്കുക? ആളുകൾ ചോദിക്കും, എങ്ങനെ ഒരു വീടൊക്കെ പലിശല്ലാതെ കയറ്റുക? ചോദിക്കും ആളുകൾ. അവിടെ അവന് മുസ്ലിമായിരിക്കണം. ലോട്ടറിയുടെ അടുത്ത് പോകുമ്പോൾ അത് കിട്ടിയാൽ വലിയ ലാഭമാണെന്ന് കരുതും, അവിടെ അവന് മുസ്ലിമായിരിക്കണം. സുബഹിക്ക് കടന്നുറങ്ങുമ്പോൾ ഹയ്യാൽ സ്വലാത്ത്, ഹയ്യാൽ ഫലാഹ് എന്ന വിളിനാദം കേൾക്കുമ്പോൾ അവൻ പള്ളിയിലേക്ക് വരുമ്പോൾ അവൻ മുസ്ലിമായിട്ട് മാറി. ഇങ്ങനെ അവൻ്റെ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അവൻ മുസ്ലിമായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. ഞാൻ മുസ്ലിമായി എന്നാണ് പറഞ്ഞത്. ആ മുസ്ലിമിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള അടിമയായിട്ട് നമുക്ക് മാറാൻ കഴിയണം എന്നുള്ളതാണ്. നമ്മുടെ ആയുസ്, നമ്മുടെ ധനം, നമ്മുടെ മക്കൾ, നമ്മുടെ സമയം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ആ കുട്ടിയുടെ കഥ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഖുർആൻ. ലാളിക്കുന്ന സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തലോടുന്ന സമയത്താണ് പറയുന്നത്, ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് പോകണം, കുഞ്ഞിനെയും ഭാര്യയെയും അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോരണം. ഒറ്റ ചോദ്യമാണ് ഭാര്യ ചോദിച്ചത്. അമറല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ എന്നാ ചോദിച്ചത്. അതെ, എന്നാൽ താങ്കൾ പൊയ്ക്കോളൂ എന്നാ പറയുന്നത്. എങ്ങനെയാണ് ഹാജറ ചരിത്രത്തിൽ ഇടം നേടിയത്? എങ്ങനെയാണ്? ആദ്യ പ്രസവത്തിൻ്റെ വല്ലാത്ത പ്രയാസങ്ങളും ക്ഷീണങ്ങളൊക്കെയുണ്ട്. ഇതെല്ലാം സഹിക്കുകയാണ്. സൊഫാ മർവ അള്ളാഹുവിൻ്റെ രണ്ട് അടയാളങ്ങളായി മാറിയത് എങ്ങനെയാണ്? ആ കുടുംബത്തിൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ആ ചരിത്രം പറഞ്ഞു വരുമ്പോൾ ഇതെല്ലാം അള്ളാഹുവിന് വിധേയരായി എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൊടുത്തു എന്ന് അള്ളാഹ്ക്ക് വേണ്ടി. മക്കൾ എന്നുള്ളത് നമുക്കറിയാം. വീട്ടിൽ എവിടെയായി കഴിഞ്ഞാലും വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട് നമുക്ക്. എന്താണ്? മക്കളെയും ഭാര്യനെയും കാണാമല്ലോ എന്ന് പറയാം. ആ മകനെയാണ് അള്ളാഹുവിലേക്ക് കൊടുക്കുന്നത്. ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വന്ന് സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും അവിടെ വിട്ടേച്ച് പോകുമ്പോൾ ആ കൈയൊന്ന് വറച്ചില്ല, ആ ഹൃദയമൊന്ന് തുടിച്ചില്ല. കാരണം അള്ളാഹുവുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, തവക്കുൽ എന്ന വലിയ അധ്യാപനമായിരുന്നു.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്തായിരിക്കും കൊടുക്കുക, ചില ആളുകൾക്ക് അള്ളാഹു മക്കളെയായിരിക്കും കൊടുക്കുക, ചില ആളുകൾക്ക് അള്ളാഹു നല്ല സമയമായിരിക്കും കൊടുക്കുക. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടത് ചിലവഴിക്കാതെ, ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ ഒരാളും ഇബ്രാഹിമിൻ്റെ മില്ലത്ത് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ സമർപ്പണത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഹജ്ജ്. ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നമ്മുടെ സഹോദരന്മാർ. അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജ് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഹജ്ജ് നമുക്ക് നൽകുന്ന പാഠം? വലിയ സമർപ്പണമാണ് ഹജ്ജ് നൽകുന്ന പാഠം. ചിലപ്പോൾ നടക്കുന്നു, ചിലപ്പോൾ ഓടുന്നു, ചിലത് ഇവിടെ താമസിക്കേണ്ട മറ്റു സ്ഥലത്ത് പോയി താമസിച്ചാൽ മതി, ചിലയിടത്ത് രാപ്പാർക്കുന്നു. എന്താണിത് നമ്മളെ പഠിപ്പിക്കുന്നത്? അനുസരണത്തിൻ്റെ, വിധേയത്തിൻ്റെ, അനുസരണയുടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഹജ്ജ് എന്നുള്ളത്. ഈ അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഈ അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും അള്ളാഹുവിൽ ഇഷ്ടപ്പെട്ട ഒരു അടിമയായി മാറിയത് അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ഷെയ്ഖ്, എങ്ങനെയാണ് താങ്കൾ ഇത്രയും നല്ല വിധേയനായി മാറിയത് അള്ളാഹുവിലേക്ക്? അള്ളാഹുവിനെ നിരന്തരം ഓർക്കുന്നൊരു മനുഷ്യനായി നിങ്ങൾ മാറിയത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചന്തയിൽ നിന്നൊരു അടിമയെ വാങ്ങിക്കൊണ്ടുവന്നു. ആ അടിമയോട് ഞാൻ ചോദിച്ചു, നിൻ്റെ പേരെന്താ ചോദിച്ചു. അടിമ പറഞ്ഞു, എനിക്ക് പേരില്ല, താങ്കൾ എന്നെ എന്ത് പേര് വിളിച്ചോ അത് ഞാൻ വിളി കേൾക്കും. ഭക്ഷണം ചോദിച്ചപ്പോൾ പറഞ്ഞു, താങ്കൾ തരുന്ന ഭക്ഷണം മതി. വസ്ത്രം എന്തെന്ന് ചോദിച്ചപ്പോൾ വസ്ത്രവും താങ്കൾ തരുന്നത് മതി. അദ്ദേഹം രാത്രിയിരുന്ന് ആലോചിച്ചു പോലും, കേവലം യജമാനനായ ഞാൻ ഒരു അടിമക്ക് മുന്നിൽ, ആ അടിമ എനിക്ക് മുന്നിൽ എത്രയാണ് വിധേയനായി നിൽക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടാവ്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിൻ്റെ മുൻപിൽ എത്രയാണ് അപ്പോൾ നമ്മൾ വിധേയരായി നിൽക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യൻ്റെ അടിമയായ ഒരു മനുഷ്യൻ ഇത്രയും വിധേയനായി എങ്കിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുൻപിൽ ഞാൻ എത്ര വിധേയനാവണം, വിനയനാവണം എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളാക്കി മാറ്റുക. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങളാക്കി മാറ്റുക. നമ്മുടെ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തിയാക്കി മാറ്റുക. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഒഴിവ് സമയവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിതം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ആ രീതിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഭാഗം എന്തെന്ന് വെച്ചാൽ നല്ല മനുഷ്യരായി ജീവിക്കാനും നന്ദിയുള്ള അടിമയായി ജീവിക്കണം എന്ന പാഠമാണ്. ആ അർത്ഥത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അഹദൽ ഫറദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. രണ്ടാമതായി ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ സൂചിപ്പിച്ചു വന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിതം ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ, അതിങ്ങനെ ചരിത്രം എപ്പോൾ നമ്മൾ വായിക്കപ്പെട്ടാലും അത് വായിച്ചിട്ട് ആവേശം കൊള്ളേണ്ട ഒരു സംഗതിയില്ല. ചരിത്രം പലപ്പോഴും നോക്കും നിങ്ങൾ, ആളുകൾക്കൊക്കെ ചരിത്രം പറയുന്നത് വളരെ താല്പര്യമാണ്. പക്ഷെ ആ ചരിത്രത്തിൽ നമുക്ക് കിട്ടേണ്ട ഭാഗം എന്താണ്? അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 2 പേരുകളിലേക്ക് അള്ളാഹു അദ്ദേഹത്തെ ഒതുക്കി നിർത്തിയത് അത് വിശാലമായ അർത്ഥത്തിലൂടെയായിരുന്നു. ഖലീലുള്ളയും ഷാക്കിർ അലി അൻ ഉമിഹി തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളത്. മറ്റൊന്ന്, ഈ ദുൽഹിജ്ജ മാസം അതിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ വളരെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. സൽക്കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹ അഹബ്ബു ഇലല്ലാഹി മിൻ ആദിഹിൽ അയ്യാം. ഈ 10 ദിവസങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ബാക്കി ദിവസങ്ങളേക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു.
പ്രിയപ്പെട്ടവരെ, ഇത്തരം ദിവസങ്ങളെയൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് നമ്മളൊക്കെ മരിക്കുക എന്നറിയില്ല. ഇത്തരം ദിവസങ്ങളെയൊക്കെ പരമാവധി നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴ എന്നുള്ളത്. എന്നാൽ മറ്റു ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അത്തരം ദുരിതങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ ഒരു ദിവസങ്ങളിൽ പോലും സുബഹിക്ക് പോലും പള്ളിയിലേക്ക് വരാത്ത ആളുകളുണ്ടാവും. ദീനിപരമായിട്ട് തീരെ അടുപ്പമില്ലാത്ത ആളുകളുണ്ടാവും. ഇവരൊക്കെ നമ്മുടെ ആയുസ്സിനെ കുറിച്ചുള്ളൊരു ആലോചന എപ്പോഴും നടത്തേണ്ടതുണ്ട്. കാരണം ഏത് സമയത്ത് എവിടെ വെച്ച് നമ്മൾ മരണപ്പെട്ടാലും ഈമാനോട് കൂടെ ഒരാൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഈമാൻ എന്ന വാക്ക് അത് ചൊല്ലാൻ, അത് ഉരുവിടാൻ ഒരാൾക്ക് സാധ്യമാവണമെങ്കിൽ ജീവിതത്തെ കർമ്മങ്ങൾ കൊണ്ട് കളറാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ്, കളറായി ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ. എന്നാൽ അമലുസ്വാലിഹത്തുകൾ കൊണ്ട് കളറാക്കി ജീവിതത്തെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഏറ്റവും നല്ല മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ വളരെയധികം ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്നുള്ളതാണ്. അതിലേറെ പ്രാധാന്യം നിറഞ്ഞ ഒരു നോമ്പ് വരാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമു അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറു സനത്തില്ലതി ഖബലഹു വസനത്തില്ലതി ബഅദഹു. ഒരു വർഷത്തെ വന്നതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ചെറിയ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുന്ന, ഇതൊക്കെ ഒരു അവസരമാണ്. നിരന്തരം തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത്തരം അള്ളാഹുവിൻ്റെ ഓഫറുകൾ സ്വീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 10 ദിനങ്ങളെ വളരെ ശ്രേഷ്ഠമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് നൽകിയ അള്ളാഹു നൽകിയ ആയുസ്സിനെ വളരെ സക്രിയമായി ഉപയോഗിച്ച് കർമ്മ പദങ്ങളിൽ അതിൻ്റെ അടയാളപ്പെടുത്തലുകൾ ബാക്കി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പറയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ ജീവിതം. എന്തിനാണ് നമ്മുടെ ഈ ജീവിതം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വരാനിരിക്കുന്നൊരു ലോകമുണ്ട്. അവിടേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. എന്തിനാണ് നമ്മൾ ഉളുഹിയ്യത്ത് എന്തിനാ? വരാനിരിക്കുന്നൊരു ലോകം അറക്കാൻ പോകുന്നത് എന്തിനാ? വരാനിരിക്കുന്നൊരു ലോകമുണ്ട്. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നത് എന്തിനാണ്? പരലോകം എന്നൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു ചെറിയ ജീവിതമാണ് ഈ ദുനിയാവിലെ ജീവിതം. അതിനെ വളരെ പ്രയോഗിക്കപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണമെന്നില്ല. നൽകിയ സമയം, നമ്മുടെ ആയുസ് അത് തീരുന്നതിന് മുമ്പ് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് ജീവിതത്തിൻ്റെ നിരന്തരമായ മേഖലകളിൽ അത് എല്ലായ്പ്പോഴും ഓർമ്മകൾ